والسلام على من لا نبي بعده. صحيح ترغيب وترهيب. الترهيب من منع الزكاة. കിതാബ് സദഖാത്തിലെ സകാത്ത് നൽകാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഗൗരവത്തെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن أسماء بنت يزيد رضي الله عنها قالت دخلت أنا وخالتي على النبي صلى الله عليه وسلم وعلينا أسورة من ذهب فقال لنا أتعطيان زكاته. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും എൻ്റെ ഉമ്മാൻ്റെ സഹോദരിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിയപ്പോൾ ഞങ്ങളുടെ കൈകളിൽ സ്വർണത്തിൻ്റെ വളകളുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിതിന് സക്കാത്ത് നൽകിയിട്ടുണ്ടോ രണ്ടാളും എന്ന് ചോദിച്ചു. ഖാലത് ഫഖുൽനാ ലാ, ഞങ്ങൾ പറഞ്ഞു ഇല്ല. ഫഖാല അമാ തഖാഫാനി അൻ യുസവ്വിറകും അല്ലാഹു അസ്വറതൻ മിൻ നാരിൻ അദ്ദിയാ സകാതഹു. നിങ്ങൾക്ക് ഭയമില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തീയിൽ നിന്നുള്ള വടകൾ നിങ്ങളെ ധരിപ്പിക്കും, നിങ്ങൾക്ക് ഭയമില്ലേ, നിങ്ങൾ സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞു. അടുത്ത ഹദീസ് عن ثوبان رضي الله عنه قال جاءت هند بنت حبيرة إلى رسول الله صلى الله عليه وسلم وفي يدها فتخ من ذهب أو خواتم ضخام. ഹിന്ദു ബിൻത് ഹുബൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയത്ത് അവരുടെ വിരലിൽ വലിയ മോതിരമുണ്ടായിരുന്നു, വലിയ അലങ്കാരമായി കൊണ്ടുനടക്കുന്ന മോതിരം ഉണ്ടായിരുന്നു. فجعل رسول الله صلى الله عليه وسلم يضرب يدها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിൽ ഇങ്ങനെ അടിച്ചു, വടികൊണ്ടോ മറ്റോ ഇങ്ങനെ അടിച്ചു. فدخلت على فاطمة رضي الله عنها تشكو إليها الذي صنع بها رسول الله صلى الله عليه وسلم. അങ്ങനെ ഹിന്ദ് ബിൻത് ഹുബൈറ റളിയല്ലാഹു അൻഹ എങ്ങോട്ട് ചെന്നു, ആ ഫാത്തിമ ബിയുടെ അടുക്കൽ ചെല്ലുകയും ഫാത്തിമയുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കയ്യിൽ അടിച്ചു എന്ന നിലക്ക് പരാതിപ്പെട്ടു, വിഷമം പറഞ്ഞു. ഫന്തസഅത് ഫാത്തിമതു സിൽസിലതൻ ഫി ഉനുഖിഹാ മിൻ ദഹബിൻ. ആ സമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ കഴുത്തിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു ചെയിൻ ഊരിയെടുത്തു. ഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി അഹ്ദാഹ അബു ഹസൻ, ഇതെനിക്ക് അബു ഹസൻ ഹദിയായി നൽകിയതാണ്. അബു ഹസൻ എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബിയുടെ ഭർത്താവ്. ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിൽസിലതു ഫീ യദിഹാ. അങ്ങനെ കയ്യിൽ ഫാത്തിമ ബീവി ആ ചെയിനും പിടിച്ച് സ്വർണത്തിൻ്റെ ചെയിനും പിടിച്ചിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഫാത്തിമതു അയഗുറുകി അൻ യഖൂല അന്നാസ്. ഏ ഫാത്തിമ, അയ്യഗുറുകി ഉദ്ദേശം നിനക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ നീ സന്തോഷിക്കുന്നുവോ, അൻ യഖൂല അന്നാസ് ജനങ്ങൾ പറയുന്നത്, ഇബ്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫി യദികി സിൽസിലതും മിൻ നാരിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ആയിട്ടുള്ള നിന്റെ കയ്യിൽ നരകത്തിൻ്റെ തീയിൻ്റെ ഒരു ചെയിനുണ്ട് എന്ന ആളുകൾ പറയുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. സുമ്മ ഖറജ വലം യഖഉദ്. പിന്നെ വിശ്വാസം പുറത്തേക്ക് പോയി, വീട്ടിലിരുന്നില്ല. ഫർസലത് ഫാത്തിമതു ബിസിൽസിലതി ഇല സൂഖി ഫബഅത്ഹാ വഷ്തറത് ബിഥമനിഹാ ഗുലാമൻ. അങ്ങനെ ഫാത്തിമ ബീവി ഈ ചെയിന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുകയും ആ പണത്തിന് ഒരു അടിമയെ വാങ്ങുകയും ചെയ്തു. ഫഅഅതഖത്ഹു, അങ്ങനെ അടിമയെ മോചിപ്പിച്ചു. ഫഹുദ്ദിസ ദാലിക ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അറിയിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അൻജാ ഫാത്തിമത മിനന്നാർ. നരകത്തിൽ നിന്ന് ഫാത്തിമ ബീവിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സ്തുതി എന്ന് പറയുകയുണ്ടായി. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സഹീഹായിട്ടാണ് കിതാബിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ, അഥവാ സ്വർണം ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിൽ ഈ ഹദീസിനെ ധാരാളം പണ്ഡിതന്മാർ നസ്ഖ് ചെയ്യപ്പെട്ട വിധിയാണ്, അല്ലെങ്കിൽ ആദ്യകാലത്തുണ്ടായിരുന്നതാണ്, പിന്നീട് അനുവാദം നൽകിയിട്ടുണ്ട് എന്ന നിലക്കും അതല്ല ഷാദായ ഹദീസാണ്, അഥവാ ഇതിനെതിരായിക്കൊണ്ട് സഹീഹായ കൂടുതൽ സിഖത്തുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട് എന്ന നിലക്ക് രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹദീസിൽ ഉപയോഗിക്കരുത് എന്ന നിലക്ക് വന്നിട്ടുള്ളത് അതല്ല, അധികം പണ്ഡിതന്മാരും ഈ ഹദീസിന് എതിരായിട്ടുള്ള മഹ്ഫൂദായിട്ടുള്ള കൂടുതൽ സഹീഹായിട്ടുള്ള ഹദീസുകളെ പരിഗണിച്ചുകൊണ്ട് ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്നും സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കാമെന്നും പറഞ്ഞത് കാണാം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ യുഹല്ലഖ ഹബീബഹു ഹൽഖതൻ മിൻ നാരിൻ
ഫലിഹല്ലിഖ് ഹൽഖതൻ മിൻ ദഹബിൻ. ആരെങ്കിലും അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഭാര്യക്കോ അവൻ്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു വളയം തീയിൽ കൊണ്ടുള്ളൊരു വളയം ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വർണം കൊണ്ടുള്ളത് ധരിപ്പിക്കട്ടെ. വമൻ അഹബ്ബ യുതവ്വിഖ ഹബീബഹു തൗഖൻ മിൻ നാരിൻ ഫൽയുതവ്വിഖഹു തൗഖൻ മിൻ ദഹബിൻ. കഴുത്തിൽ അണിയുന്ന അതുപോലെയുള്ള വളയങ്ങൾ എന്തെങ്കിലും ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വർണം കൊണ്ടുള്ളത് ധരിപ്പിക്കട്ടെ. വമൻ അഹബ്ബ അൻ യുസവ്വിറ ഹബീബഹു ബിസിവാരിൻ മിൻ നാരിൻ ഫൽയുസവ്വിർഹു ബിസിവാരിൻ മിൻ ദഹബ്. അതുപോലെ കയ്യിലിടുന്ന വളകൾ തീ കൊണ്ട് ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വർണം കൊണ്ട് ധരിപ്പിക്കട്ടെ. വലാകിൻ അലൈക്കും ബിൽ ഫിദ്ദ ഫൽഅബു ബിഹാ. നിങ്ങൾ വെള്ളി ഉപയോഗിക്കുക, അതുകൊണ്ട് ഇതുപോലെയുള്ള ആഭരണങ്ങൾ മറ്റും ഉണ്ടാക്കുക എന്നും ഒരു ഹദീസ് വന്നിട്ടുണ്ട്. ഈ ഹദീസും പണ്ഡിതന്മാർ രണ്ടഭിപ്രായമാണ്. ഒന്ന്, നസ്ഖ് ചെയ്യപ്പെട്ട ഹദീസാണ്, അല്ലെങ്കിൽ വിധി നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്ന നിലക്കും, അതല്ല ഇത് സക്കാത്ത് നൽകാതെ ഇരിക്കുന്നവയെ ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് എന്ന നിലക്ക് ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ആ വിഷയത്തിൽ ഇങ്ങനെ വട്ടത്തിലുള്ളത് ഇരിക്കുന്നത് പാടില്ല, അതുപോലുള്ള കാര്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായം കാണാം. പക്ഷെ അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ള അഭിപ്രായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.